ഹായ് ഹലോ വെൽക്കം ടു നോർഡിക്. നമസ്കാരം. ഞാൻ ഇന്ന് സ്വീഡനിലെ ഒരു ടിപ്പിക്കൽ ലോണ്ട്രി ഡേ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ്. ഞങ്ങൾ സ്വീഡനിൽ വെസ്റ്റ്രോസിലാണ് താമസിക്കുന്നത്. ഞങ്ങളിവിടെ ലോണ്ട്രി റൂംസ് ഹോൾ അപ്പാർട്ട്മെൻറ്റുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ നാട്ടിൽ വെച്ച് നോക്കിയപ്പോൾ എനിക്കിവിടെ യുണീക്കായിട്ട് ഫീൽ ചെയ്തത്, ഇവിടെ ലോണ്ട്രി റൂംസ് നമ്മൾ ആദ്യം തന്നെ ബുക്ക് ചെയ്യണം. ഒരു ബ്ലിപ്പ് സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് നമ്മളത് ബുക്ക് ചെയ്യുന്നത്. നമ്മൾക്ക് അപ്പാർട്ട്മെൻറ്റിൻ്റെ കീ കിട്ടുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ബ്ലിപ്സ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ വീക്കിലി ട്വൈസ് ആണ് ഇവിടെ ലോണ്ട്രി ചെയ്യാറുള്ളത്. അപ്പം ഞങ്ങൾ ആഴ്ചയിൽ 2 ദിവസത്തേക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാറുണ്ട്. ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ 2 റൂംസിലായിട്ട് 5 സെക്ഷൻസ് ഓഫ് ലോണ്ട്രി സെറ്റ് അവൈലബിൾ ആണ്. ഓരോ സ്ലോട്ടും 3 hours ഡ്യൂറേഷൻ ഉള്ളതാണ്. ആൻഡ് ഓരോ സെക്ഷനിലും 2 വാഷിംഗ് മെഷീൻസും 1 റോട്ടറി ഡ്രയറും 1 ക്യാബിനറ്റ് ഡ്രയറുമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ള ബ്ലിപ്പ് നമ്മൾ ആ സെൻസറിൽ കാണിക്കുമ്പോഴത്തേനും അവൈലബിൾ ആയിട്ടുള്ള സ്ലോട്ട്സ് എല്ലാം ഗ്രീൻ കളറിൽ കാണിക്കും. അത് നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്തിട്ട് നമുക്ക് ആ ടൈം സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മളങ്ങനെ സെലക്ട് ചെയ്ത് ബുക്ക് ചെയ്ത് അതിൻ്റെ റൂം നമ്പേഴ്സൊക്കെ ഇത് ചെയ്ത് ലോഗ് ഔട്ട് ചെയ്ത് നമുക്ക് പോരാവുന്നതാണ്. അതിനുശേഷം നമ്മളുടെ അപ്രോപ്രിയേറ്റ് ഡേറ്റിൽ ആ ടൈമിൽ നമ്മൾ നമ്മുടെ ബ്ലിപ്പ് വെച്ച് വീണ്ടും ഈ ഡോറ് ഓപ്പൺ ചെയ്യണം. അപ്രോപ്രിയേറ്റ് ലോണ്ട്രി റൂംസിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മളുടെ ഡ്രസ്സെല്ലാം കൊണ്ടുപോയി നമ്മൾ ഒപ്പം തന്നെ വാഷിംഗ് പൗഡറോ വാഷിംഗ് ലിക്വിഡ്സോ ഇനി അതുമല്ല സോഫ്റ്റ്നേഴ്സ് എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ 1ഉം 2ഉം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 സെക്ഷൻസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 4 വാഷിംഗ് മെഷീൻസും 2 ഡ്രയേഴ്സും 1 ക്യാബിനറ്റ് ഡ്രയറും സുഖമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രോഗ്രാം സെലക്ട് ചെയ്തിട്ട് അത് 60 minute ഡ്യൂറേഷൻസിൻ്റെ വാഷിങ്ങിൻ്റെ ഉണ്ട്, 30 minutes ഉണ്ട്, 45 minutes ഉണ്ട്, അങ്ങനെയെല്ലാം. ആദ്യം തന്നെ ചെല്ലുമ്പോൾ ഇതൊരു കോമൺ ലോണ്ട്രി റൂം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വാഷിംഗ് മെഷീൻ ആദ്യം തന്നെ വാഷ് ചെയ്യാറുണ്ട്, നല്ല രീതിക്ക് ക്ലീൻ ചെയ്യാറുണ്ട്. അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് അതൊരു 5 minutes ഡ്യൂറേഷൻ എടുക്കും. ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളുടെ ഡ്രസ്സെല്ലാം അതിൽ ഇട്ടിട്ട് മുകളിൽ ഈ വാഷിംഗ് മെഷീൻ്റെ മുകളിലായിട്ട് നമുക്ക് 2 സ്ലോട്ട്സ് ഉണ്ട്. ലിക്വിഡും അതുപോലെ തന്നെ വാഷിംഗ് പൗഡറും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അതിലിട്ട് അങ്ങനെ ലോക്ക് ചെയ്ത് അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം സെലക്ട് ചെയ്തിട്ട് ആ പ്രോഗ്രാം ഡ്യൂറേഷൻ നോട്ട് ചെയ്ത് വയ്ക്കും നമ്മൾ. അത് അങ്ങനെ വാഷ് ചെയ്യാനായിട്ട് ഇട്ടിട്ട് അത് നമുക്ക് കളർ വാഷ് ഉണ്ട്, വൈറ്റ് ക്ലോത്ത്സ് വാഷ് ചെയ്യാനായിട്ടുള്ള സെപ്പറേറ്റ് ഓപ്ഷൻ ഉണ്ട്. ഇനി ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനും പറ്റും. 30 ഡിഗ്രിയിൽ 60 ഡിഗ്രിയിലൊക്കെ ടെമ്പറേച്ചറും നമുക്ക് ഈ വാഷിംഗ് മെഷീനിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇത് മാത്രമല്ല ടൈമും 40 minutes ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 40 minutes 60 minutes ഒക്കെ ഡ്യൂറേഷൻ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് സെറ്റ് ചെയ്ത് നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് പ്രോഗ്രാം സെലക്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ ഒരു ടൈമറും വെച്ച് നമുക്ക് നമ്മുടെ റൂമിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പോവാവുന്നതാണ്. ആ ടൈം ഡ്യൂറേഷൻ നമ്മുടെ പ്രോഗ്രാം സെറ്റ് ചെയ്ത പ്രോഗ്രാമിൻ്റെ ടൈം ഡ്യൂറേഷൻ കഴിയുമ്പോഴത്തേനും നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, ഈ ബ്ലിപ്പ് വെച്ച് ഡോർ ഓപ്പൺ ചെയ്ത് ലോണ്ട്രി റൂമിലേക്ക് വീണ്ടും എൻ്റർ ചെയ്യണം. വീണ്ടും എൻ്റർ ചെയ്തതിന് ശേഷം നമ്മളുടെ ഡ്രസ്സെല്ലാം കളക്ട് ചെയ്ത് വാഷ്ഡ് ആയിട്ടുള്ള ഡ്രസ്സെല്ലാം കളക്ട് ചെയ്ത് അവിടെ ഒരു ക്യാബിനറ്റ് ഉണ്ട്. ആ ക്യാബിനറ്റിലേക്ക് കളക്ട് ചെയ്ത് നമ്മൾ കൊണ്ടുപോയി നമ്മുടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡ്രയറിലേക്ക് ഇടും. ഇവിടെ 2 തരത്തിലുള്ള ഡ്രയറാണുള്ളത്. ഒന്ന് റോട്ടറി ഡ്രം ഡ്രയറും ഒന്ന് ക്യാബിനറ്റ് ഡ്രയറും. ഈ ക്യാബിനറ്റ് ഡ്രയർ കൂടുതലായിട്ടും ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഡ്രസ്സസ് നമുക്ക് സൺലൈറ്റിൽ നമ്മൾ ഡ്രൈ ചെയ്തെടുക്കുന്ന പോലെ സൺ ഡ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാബിനറ്റ് ഡ്രയേഴ്സ് യൂസ് ചെയ്യാറ്. ഇത് മാത്രമല്ല നമ്മളിവിടെ ജാക്കറ്റ്സും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഡ്രസ്സസ് യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് അല്ലെങ്കിൽ വെള്ളത്തിലൊന്ന് മുക്കിയെടുത്ത് അതൊക്കെ റൂമിൽ തന്നെയാണ് ചെയ്യാറ്. അത് ചെയ്തിട്ട് അവിടെ ആ ഡ്രൈയിങ്ങിന് മാത്രം കൊണ്ടിടാറുണ്ട്. ഇനി ഈ റോട്ടറി ഡ്രം ഡ്രയേഴ്സിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റും. ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ മാത്രമല്ല 70 minutes ഒക്കെ ഡ്യൂറേഷനിൽ നമുക്ക് ഡ്രൈ ചെയ്ത് ഫുൾ ഡ്രസ്സസ് ഡ്രൈ ചെയ്തെടുത്ത്
കളക്ട് ചെയ്ത് നമുക്ക് റൂമിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഇനി ഈ റോട്ടറി ഡ്രം ഡ്രയേഴ്സിൽ നമ്മൾ ഡ്രൈ ചെയ്യുമ്പോഴത്തേനും നല്ല രീതിക്ക് എന്താ പറയുക, ഡ്രസ്സസ് നല്ല ഹോട്ടായിട്ടാണ് നമുക്ക് കിട്ടുക. നമുക്ക് അത് വീണ്ടും കൊണ്ടുവന്ന് ഡ്രൈ ചെയ്യേണ്ട ഒരാവശ്യം ഒന്നും ഇല്ല. കംപ്ലീറ്റ്ലി അതിലത്തെ നനവെല്ലാം പോയിട്ടുണ്ടായിരിക്കും. ഇനി അതിൽ അയേണിങ് എന്നുള്ളൊരു ഓപ്ഷനും കൂടെ നമുക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ലൈറ്റായിട്ട് അയേൺ ചെയ്ത പോലെ കിട്ടും. അതായത് ഒരുപാട് ചുളുക്കൊന്നുമില്ലാതെ നമുക്ക് ഡ്രസ്സസ് കിട്ടും. ഇനി ഈ ഡ്രയറിൽ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അതിൽ താഴെ അതായത് ഈ ഡ്രയറിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് മുമ്പ് ഈ ഡ്രൈ ചെയ്ത ഡ്രസ്സസിൻ്റെ ലിൻഡ അങ്ങനെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ നമ്മളത് അവിടെയുള്ള ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് അത് വീണ്ടും നമ്മുടെ ഡ്രസ്സസ് ഇടണമെങ്കിൽ. അതുമാത്രമല്ല, നമ്മളത് നമ്മുടെ ഡ്രസ്സ് എടുക്കുമ്പോഴത്തേനും വീണ്ടും അതൊന്ന് ക്ലീൻ ചെയ്തിടണം. ബിക്കോസ് ഇനിയുള്ള ആൾക്കാർക്ക്, ബാക്കി ചെയ്യുന്ന ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാവാൻ പാടില്ലല്ലോ. അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ലോണ്ട്രി നമ്മൾ ചെയ്യുമ്പോൾ, ലോണ്ട്രി റൂംസ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ ലോണ്ട്രി ചെയ്യുന്നത്. വീക്ക്ലി മോസ്റ്റ്ലി ട്വൈസ്, 2 പ്രാവശ്യമാണ് ഞങ്ങൾ ലോണ്ട്രി ചെയ്യാറുള്ളത്. നമുക്ക് ഇവിടെ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ബട്ട് ഓരോ അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഓരോ സ്ഥലം അനുസരിച്ച് ഇത് ഡിഫറെൻ്റ് ആയിരിക്കും. ബിക്കോസ് ചില സ്ഥലങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട് ആഴ്ചയിൽ 2 തവണയേ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു മന്ത്ലി 4 തവണയേ ചെയ്യാൻ പറ്റുള്ളൂ ലോണ്ട്രി, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ഓരോ സ്ഥലവും അല്ലെങ്കിൽ ഓരോ അപ്പാർട്ട്മെൻറ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എങ്ങനെയാണെങ്കിലും ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. എത്ര തവണ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും വീക്ക്ലി. പക്ഷേ ഈ സ്ലോട്ട്സ് അവൈലബിൾ ആയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ കോമൺ ലോണ്ട്രി യൂസ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട്. ഈ പറഞ്ഞ പോലെ പെറ്റ്സൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഡ്രസ്സും ഈ പറഞ്ഞ പോലെ ഇതിൽ കൊണ്ടുവന്നിടും. അപ്പോൾ അലർജി ഉള്ളവരൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രീ ആയിട്ട് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വാഷ് ചെയ്യാനും അതുപോലെ ക്ലീൻ ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ഓരോ കൺട്രി അനുസരിച്ച് ലോണ്ട്രി പോലുള്ള എവറിഡേ ടാസ്കിനോടുള്ള അപ്രോച്ചസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ്. അതെല്ലാവരെയും ഒന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.